നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള ഇ.ഡി. കേസെടുത്ത് അന്വേഷിക്കും. മുഴുവൻ രേഖകളും ഇ.ഡിക്ക് നൽകാൻ ഉത്തരവിട്ട് കൊല്ലം വിജിലൻസ് കോടതി. എസ്.ഐ.ടിയുടെ എതിർപ്പ് തള്ളി. പ്രതികളായ എൻ വാസു, മുരാരി ബാബു, കെ.എസ്. ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. എലപ്പുള്ളി ബ്രൂവറിയിൽ സർക്കാരിന് തിരിച്ചടി. പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കി. സർക്കാർ അനുമതി നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമെന്ന് കണ്ടെത്തൽ. വിശദമായ പഠനം നടത്തി സർക്കാരിന് തീരുമാനമെടുക്കാമെന്ന് കോടതി. വിവാദ പാരഡി ഗാനത്തിൽ സർക്കാരിന്റെ യു-ടേൺ. കൂടുതൽ കേസുകൾ എടുക്കേണ്ടെന്ന് പോലീസിന് നിർദ്ദേശം നൽകി എ.ഡി.ജി.പി. പാട്ട് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ള കത്ത് മെറ്റയ്ക്കും യൂട്യൂബിനും അയക്കില്ല. തീരുമാനം സർക്കാരിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിൽ. സ്വർണം കക്കുന്നതാണ് തെറ്റ്, കട്ടവരെക്കുറിച്ച് പാട്ടുപാടുന്നത് തെറ്റല്ല എന്ന് കെ. മുരളീധരൻ. വി.ബി.ജി. റാംജി ബിൽ രാഷ്ട്രപതിക്ക് മുന്നിലേക്ക്. ബില്ലിൽ ഒപ്പിടുന്നതോടെ നിയമമാകും. രാജ്യസഭയിൽ പാസാക്കിയത് കടുത്ത പ്രതിഷേധത്തിനിടെ ശബ്ദ വോട്ടോടെ. രാഹുൽ ഗാന്ധി പങ്കെടുക്കാത്തതിൽ കടുത്ത വിമർശനമുയർത്തി CPM. ശൈത്യകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റ് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഗർഭിണിയെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ച SHO പ്രതാപചന്ദ്രനെതിരെ വകുപ്പുതല അന്വേഷണം ആരംഭിച്ചു. സസ്പെൻഷൻ മാത്രം പോരാ, കേസ് എടുക്കണമെന്ന് മർദ്ദനമേറ്റ കുടുംബം. പ്രതാപചന്ദ്രന് എതിരെ കൂടുതൽ പരാതികൾ. അഴിമതിക്കേസിൽ ജയിൽ DIG വിനോദ് കുമാറിന് എതിരെ വിജിലൻസ് ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് നൽകും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ജയിച്ചാൽ പരമ്പര ഇന്ത്യക്ക്. സഞ്ജു സാംസൺ കളിക്കുമോ എന്ന് ആകാംക്ഷ. പോരാട്ടം വൈകിട്ട് 7 മണി മുതൽ അഹമ്മദാബാദിൽ. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ചാമ്പ്യനെ ഇന്നറിയാം. ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് കണ്ണൂർ വാരിയേഴ്സും തൃശൂർ മാജിക് FC-യും. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇനി ഇ.ഡി. കേസെടുത്ത് അന്വേഷിക്കും. ഇ.ഡിക്ക് മുഴുവൻ രേഖകളും നൽകാൻ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. റിമാൻഡ് റിപ്പോർട്ടും FIR-ഉം അടക്കമുള്ള രേഖകൾ ഇ.ഡിക്ക് കൈമാറും. എസ്.ഐ.ടിയുടെ എതിർപ്പ് വിജിലൻസ് കോടതി തള്ളി. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, എസ്.ഐ.ടിയുടെ എതിർപ്പെല്ലാം തള്ളിക്കൊണ്ട് ഇ.ഡി. ഇനിയിപ്പോൾ കേസെടുത്ത് അന്വേഷിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ? തീർച്ചയായും മായ, ഒരു നിർണായക നീക്കമാണ് വിജിലൻസ് കോടതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇ.ഡി. ഈ സ്വർണ്ണക്കൊള്ളയിൽ കേസ് അന്വേഷിക്കുമോ ഇല്ലയോ എന്നൊരു കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. കാരണം ഇ.ഡി. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ടു കോടതിയെ പല കോടതികളെയും സമീപിച്ചു. ആദ്യമായി പത്തനംതിട്ട കോടതിയാണ് സമീപിക്കുന്നത്. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു. അവിടെ നിന്നും ഒരു അനുകൂല നിലപാട് ഉണ്ടായതിനെ തുടർന്നാണ് ഇ.ഡി. വിജിലൻസ് കോടതിയെ സമീപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ SIT അന്വേഷിച്ചിട്ടുള്ള രേഖകളും മൊഴിപ്പകർപ്പുകളും ഉൾപ്പെടെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇ.ഡി. വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകിയത്. എന്നാൽ വിജിലൻസ് കോടതി ഈ അപേക്ഷയിന്മേൽ ഈ വാദം പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷൻ ഇക്കാര്യങ്ങളെയൊക്കെ തന്നെ കൃത്യമായി എതിർത്തിരുന്നു. കാരണം ഒരു സമാന്തര അന്വേഷണം ആവശ്യമില്ല. കാരണം SIT ഇപ്പോൾ കൃത്യമായ അന്വേഷണത്തിലൂടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമാന്തര അന്വേഷണം നടക്കുകയാണെങ്കിൽ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ അത് സാരമായി ബാധിക്കും എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് SIT കോടതി മുൻപാകെ വാദമായി ഉന്നയിച്ചത്. പക്ഷേ ഇ.ഡി. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ പിന്നോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രധാന പ്രതി ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള അവരുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചതിൽ നിന്നും ഇ.ഡിക്ക് വ്യക്തമായ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അതായത് ഈ കേസുകളിൽ കൃത്യമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. അതായത് ഈ കേസുകളിൽ ഇടപെട്ട ഈ ഒരു ഇപ്പോൾ അറസ്റ്റിലായവരുടെ ഒക്കെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കുന്നത് വിദേശ നിക്ഷേപങ്ങളിലേക്കൊക്കെ തന്നെയാണ്. അതുകൊണ്ട് കൂടി തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് കോടതി ഇ.ഡിയുടെ അന്വേഷണത്തിനെ ഒരു സ്വാഗതാർഹം ചെയ്തുകൊണ്ട് ഇ.ഡിക്ക് കേസിൽ കൃത്യമായ അന്വേഷണം നടത്താം എന്നുള്ള ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണറും മുൻ പ്രസിഡന്റുമായ എൻ വാസു ജയിലിൽ തുടരും.
കട്ടിളപ്പാളിയിലെ സ്വർണം കവർച്ച ചെയ്യപ്പെട്ട കേസിൽ വാസുവിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി. ദേവസ്വം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു, തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷയും ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. കേസിൽ നേരിട്ട് ബന്ധമുള്ളവരാണ് 3 പ്രതികളുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. പ്രതികൾക്ക് ഈ ഘട്ടത്തിൽ ജാമ്യം നൽകുന്നത് അന്വേഷണത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുമെന്നും SIT വാദിച്ചു. SITയുടെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ ജസ്റ്റിസ് എ ബദറുദ്ദീൻ തള്ളിയത്. എലപ്പുള്ളി ബ്രൂവറിയിൽ സർക്കാരിന് തിരിച്ചടി. പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കി. സർക്കാർ അനുമതി നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമെന്നാണ് കണ്ടെത്തൽ. വിശദമായ പഠനം നടത്തി സർക്കാരിന് തീരുമാനമെടുക്കാമെന്ന് കോടതി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് രാജേഷ് ഹൈക്കോടതിയിൽ നിന്ന് ചേരുകയാണ്. രാജേഷ്, ഈ എലപ്പുറി ബ്രൂവറിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കുകയാണ്. ഇതോടുകൂടി സർക്കാരിന് വലിയ തിരിച്ചടിയാവുകയല്ലേ ഇത്? തീർച്ചയായും ഇന്നത്തെ ദിവസം സർക്കാരിന് തിരിച്ചടികളുടെ ദിവസം തന്നെയാണ്. അതിലൊന്നാണ് ബ്രൂവറിയുടെ പ്രാഥമികമായി നൽകിയ അനുമതി റദ്ദാക്കിയത്. ഒട്ടേറെ പരിസ്ഥിതി പ്രവർത്തകർ ഈ ഒരു കൂട്ടം ഹർജികൾ പൊതുതാൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ വിശദമായ വാദം കേട്ട ശേഷമാണ് ഈ പ്രാഥമിക അനുമതി നൽകിയപ്പോൾ പോലും അവിടെ ഒരു പഠനം നടത്തിയിട്ടില്ല. അവിടുത്തെ ജലലഭ്യത വളരെ കുറവുള്ള സ്ഥലമാണ്. ഇതൊക്കെയായിരുന്നു അവരുടെ വാദം. ജലലഭ്യത വളരെ കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത സ്ഥലത്താണ് ഈ ബ്രൂവറി വന്നിട്ട് വെള്ളം ഊറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതിൽ മുൻപ് കൊക്കക്കോള സമരത്തിന്റെ കാര്യമെല്ലാം വാദത്തിനിടെ പറഞ്ഞിരുന്നു. അപ്പൊ അത്രയും രൂക്ഷമായ ജലക്ഷാമമുള്ള സ്ഥലത്ത് ബ്രൂവറി അനുവദിക്കുന്നു. അതിൽ ചട്ടങ്ങൾ പാലിക്കാതെയാണ് അനുമതി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞത്. പക്ഷേ ഹൈക്കോടതി ഇക്കാര്യത്തിൽ പ്രധാനമായും പരിഗണിച്ചത് ഈ അനുമതി നൽകിയതിൽ പ്രാഥമികമായി ഒരു സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ സർക്കാർ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചട്ടങ്ങൾ ഇനിയൊരു അപേക്ഷ നൽകിയാൽ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് അനുമതി നൽകുന്നതിൽ തടസ്സമില്ല എന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ഇതൊരു വലിയ തിരിച്ചടിയാണ്. കാരണം ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ബ്രൂവറിയുടെ അനുമതി, ഇത് പ്രതിപക്ഷമൊക്കെ വളരെ ശക്തമായി ഇതിനെതിരെ നിലകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ ബ്രൂവറിയുടെ അനുമതി പ്രാഥമികമായി തന്നെ ചട്ടലംഘനമാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി എന്നുള്ളൊരു പ്രത്യേകതയുമുണ്ട്. ഏതായാലും അനുമതി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. ശരി, അഡ്വക്കേറ്റ് രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. പാരഡി ഗാനത്തിൽ നയം മാറ്റി സർക്കാർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ശബരിമല സ്വർണ്ണക്കൊള്ള പശ്ചാത്തലമാക്കി പുറത്തിറക്കിയ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിനെതിരെ കേസെടുക്കാനുള്ള നിലപാടിലാണ് യു-ടേൺ. പാരഡി ഗാനത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ തുടർ നടപടികൾ വേണ്ടെന്നാണ് പുതിയ തീരുമാനം. പാരഡി ഗാനത്തിന്റെ പേരിൽ ഇനി പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യില്ല. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, പാരഡി ഗാനത്തിൽ നയം മാറ്റിയിരിക്കുകയാണല്ലേ സർക്കാർ? തീർച്ചയായും തിരുവാഭരണ പാത സംരക്ഷണ സമിതി ഭാരവാഹി നൽകിയ പരാതിയിൽ കേസിൽ ഇത്തരത്തിൽ പരാതി എടുത്തത് ഇടതു കേന്ദ്രങ്ങളെ തന്നെ അമ്പരിപ്പിച്ച ഒരു കാര്യമായിരുന്നു. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെപ്പറ്റി വാദോരാതെ സംസാരിക്കുന്ന സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടതിന് പിന്നാലെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു പ്രതിപക്ഷങ്ങളുടെയൊക്കെ പ്രധാന ആയുധം. ആ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള അടിസ്ഥാനമാക്കിയുള്ള ഇത്തരത്തിലൊരു പാരഡി ഗാനത്തിന് നേരെ ഇത്തരത്തിലൊരു കേസ് വന്നത് വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. ആ പരാതിയിന്മേലാണ് പിന്നീട് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് കേസെടുത്തതും അന്വേഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും. അതിലാണ് ഇപ്പോൾ ഒരു യു-ടേൺ എടുത്തിരിക്കുന്നത്. അതായത് ഈ പരാതിയിൽ കേസുമായി മുന്നോട്ട് പോകാനില്ല എന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച അറിയിപ്പ് ജില്ലാ പോലീസ് മേധാവികൾക്ക് ADGP വെങ്കടേഷ് കൈമാറിക്കഴിഞ്ഞു. മെറ്റയ്ക്കും യൂട്യൂബിനും അടക്കം ഇത്തരത്തിൽ ഈ സമൂഹ മാധ്യമ ഹാൻഡിലുകളിൽ നിന്ന് ഈ പാട്ട് നീക്കം ചെയ്യണം, പാട്ടിന്റെ വീഡിയോ നീക്കം ചെയ്യണമെന്ന ഒരു കത്ത് തയ്യാറാക്കി വച്ചിരുന്നുവെങ്കിലും ഈ കത്ത് കൈമാറിയിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ ഈ മെറ്റയ്ക്കും യൂട്യൂബിനുമൊക്കെ കത്തയച്ചിരുന്നു. അതിൽ പറയുന്നത് കോടതിയുടെ ഒരു നിർദ്ദേശമില്ലാതെ ഇത്തരത്തിലൊരു ഇടപെടൽ സാധ്യമാകില്ല, അത് അവകാശങ്ങളുടെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷ നേതാവ് കത്തയച്ചത്. എന്തായാലും അതിനെല്ലാം പിന്നാലെയാണ് സർക്കാരിന്റെ നയം മാറ്റിയിരിക്കുന്നത്. മായ, ദേവികയാണ് വിവരങ്ങൾ നൽകിയത്. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി പാട്ട് വിവാദത്തോട് അനുകൂലിച്ച എല്ലാവർക്കും നന്ദിയെന്ന് പ്രൊഡ്യൂസർ സുബൈ പന്തലൂർ പറഞ്ഞു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റത്തിന് എതിരെ കേരള സമൂഹം ഒറ്റക്കെട്ടായി നിന്നു. റിലീസ് ചെയ്ത് 1.5 മാസത്തിന് ശേഷമാണ് വിവാദമായത്. കേസ് പിൻവലിച്ചതിൽ പ്രതികരിക്കുകയായിരുന്നു സുബൈർ. അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തിനെതിരെ കേരള സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിച്ചതുകൊണ്ടാവും ഇത് പിൻവലിച്ചത് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വിശ്വാസികൾക്ക് വിടപ്പെട്ടു എന്ന് 1% പോലും ഒരു സന്ദർഭത്തിലും തോന്നിയിട്ടില്ല. ഒക്ടോബർ 29-നാണ് ഈ പാട്ട് റിലീസ് ചെയ്യുന്നത്. 29-ന് ശേഷം ഏകദേശം 1.5 മാസത്തിന് ശേഷം മാത്രമാണ് ഈ വിവാദമായി മാറുന്നത്.
എൻ്റെ നമ്പർ കൊടുത്ത് പോസ്റ്റ് ചെയ്ത ഈ പോസ്റ്റിന് താഴെ ഒരിക്കൽ പോലും കോളിൽ വിളിച്ചിട്ട് ഒരാൾ പോലും എൻ്റെ മതവികാരം വ്രണപ്പെട്ടു എന്നോ അല്ലെങ്കിൽ നിങ്ങൾ മതനിന്ദ നടത്തിയെന്നോ ഒരു സന്ദർഭത്തിലും ഒരു സാഹചര്യത്തിലും പറയാനിട വന്നിട്ടില്ല. ഒരു പാട്ടുപോലും സഹിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് സാധിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അധികാരത്തിന്റെ അഹങ്കാരം ബാധിച്ച സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. എതിർപ്പുകളെ നേരിടുന്നത് അസഹിഷ്ണുതയോടെയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു എതിർപ്പിനെയും അസഹിഷ്ണുതയോടുകൂടിയാണ് എല്ലാ എതിർപ്പുകളെയും നേരിടുന്നത്. ഒരു പാട്ട് പോലും സഹിക്കാൻ പറ്റുന്ന മനസ്സ് ഇവർക്കില്ല. ഒരു പാട്ട് പോലും കേട്ടാൽ ഇവർ അസ്വസ്ഥരാകും, ഇവർക്ക് അസഹിഷ്ണുത ഉണ്ടാവും. നമുക്ക് നോക്കാം, ഞങ്ങൾ പറഞ്ഞല്ലോ അവരെ നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇത് കേരളമാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ 191A വകുപ്പ് 191(1)A വകുപ്പ് ലംഘിക്കുന്ന നടപടിയാണ്. പാട്ട് നിരോധിച്ചാൽ നിരോധിച്ചവന്റെ വീടിന്റെ മുന്നിൽ പോയി കോൺഗ്രസ് നേതാക്കൾ പാടുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. സ്വർണം കക്കുന്നതാണ് തെറ്റ്, കട്ടവരെക്കുറിച്ച് പാട്ടുപാടുന്നത് തെറ്റല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജി സുധാകരന്റെ പോസ്റ്റിൽ പറയുന്നത് പോലെ കക്കുമ്പോൾ ആലോചിക്കണമെന്നും അയ്യപ്പനോട് സ്നേഹമുണ്ടെങ്കിൽ ജയിലിൽ കിടക്കുന്ന നേതാക്കളെ പുറത്താക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. ഇതിനെ പാരഡിയായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. അതിൽ ദൈവം നിന്ന ഒരംശം പോലും ഇല്ല. ഈ സ്വർണം കക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്, അതല്ലാതെ കട്ടയിനെ കുറിച്ച് പാട്ട് എഴുതുന്ന കുറ്റമല്ല. ഇവിടെ പോറ്റിയെ കയറ്റി സ്വർണം കെട്ടുമെന്നാണ് പാട്ടിൻ്റെ അർത്ഥം. ഇവിടെ എവിടെയാണ് ദൈവം നിന്ന? ഈ സുധാകരൻ്റെ ഒരു പോസ്റ്റുണ്ട്, കക്കും പാലോചിക്കണമായിരുന്നു. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഗർഭിണിയായ യുവതിയെ മർദ്ദിച്ചതിന്റെ പേരിൽ സസ്പെൻഷനിലായ SHO പ്രതാപചന്ദ്രനെതിരെ വകുപ്പുതല അന്വേഷണം ആരംഭിച്ചു. സസ്പെൻഷൻ മാത്രം പോരാ, കേസെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അതേസമയം പ്രതാപചന്ദ്രനെതിരെ കൂടുതൽ പേർ രംഗത്തെത്തി. 2024 കൊച്ചി സ്വദേശിയായ ഷൈമോളെ SHO പ്രതാപ് ചന്ദ്രൻ സ്റ്റേഷനിൽ വെച്ച് മുഖത്തടിച്ചത്. 1.5 വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങളുടെ CCTV ദൃശ്യങ്ങൾ ഷൈമോൾക്കും ഭർത്താവ് ബെഞ്ചോയ്ക്കും ലഭിച്ചത്. എറണാകുളം നോർത്തിൽ നടന്ന ഒരു സംഭവത്തിലെ പ്രതികളെ പോലീസ് അടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതിനാണ് ബെഞ്ചോയെ പോലീസ് പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ഇത് അന്വേഷിക്കാനാണ് ഗർഭിണി കൂടിയായിരുന്ന ഷൈമോൾ കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്റ്റേഷനിലെത്തിയത്. തുടർന്ന് നടന്ന വാക്കുതർക്കത്തിനിടെയാണ് SHO പ്രതാപചന്ദ്രൻ ഷൈമോളുടെ മുഖത്തടിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്ത് വകുപ്പുതല അന്വേഷണം ആരംഭിച്ചു. തുടർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഷൈമോളും ബെഞ്ചോയും വ്യക്തമാക്കി. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ ചെക്കപ്പിന് പോയിട്ട് ഇറങ്ങി നിൽക്കുക എന്നൊക്കെ പറഞ്ഞതാണ്. എനിക്ക് ഒരു മാനസിക പരിഗണന അവിടെ നിന്ന് കിട്ടാതെ എന്നെ നല്ലപോലെ ഉപദ്രവിക്കുകയാണ് ഉണ്ടായത്. അന്ന് ആ പ്രശ്നം നടന്നതിന് ശേഷം നമ്മളെ നെഗോഷ്യബിൾ ചെയ്യാൻ നോക്കി, നമ്മളെ ഭീഷണിപ്പെടുത്തി നോക്കി. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇവർ പേരിൽ FIR ഇട്ടത്. അതായത് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ. നമ്മുടെ ജീവിതത്തിൽ വേറെ ഒന്നും ഇല്ല അനുഭവിക്കാനായിട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇനി കോടതി വഴിക്ക് തന്നെ. അതിനിടെ ഷൈമോളെ സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. പോലീസ് സ്റ്റേഷനിലെ വാതിൽ ഷൈമോൾ തകർത്തെന്ന വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ബെഞ്ചോയ്ക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ സ്റ്റേഷനിലെത്തിയ അഭിഭാഷകർക്ക് നേരെയും പ്രതാപചന്ദ്രൻ ആക്രോശിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഈ സ്ത്രീക്ക് അർഹമായ കോമ്പൻസേഷനും മറ്റും നൽകാനായിട്ട് യശശരീരനായ ശ്രീ BA ആളൂര് നടത്തിയിരുന്ന ഒരു കേസ് തുടർന്ന് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അവരെന്നെ സമീപിക്കുകയായിരുന്നു. മജിസ്ട്രേറ്റ് നേരിട്ട് പ്രതിക്ക് നോട്ടീസ് അയച്ചു കൊടുത്ത് പ്രതിയായ CI പ്രതാപ് ചന്ദ്രൻ ഇപ്പോൾ സസ്പെൻഷനിൽ, അദ്ദേഹത്തെ പ്രതിയായി ഒരു ക്രിമിനൽ പ്രോസിക്യൂഷൻ ബഹുമാനപ്പെട്ട അഡീഷണൽ CJM കോടതിയിൽ നടത്തണമെന്നാണ് ഷൈമോൾ ആവശ്യപ്പെടുന്നത്. SHOയ്ക്കെതിരെ വിവിധ തരത്തിലുള്ള പരാതികളുമായി കൂടുതൽ പേർ രംഗത്ത് വന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയെ മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതും കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗർഭിണിയായ ഒരു സ്ത്രീയോടും അവരുടെ കുടുംബത്തോടും പോലീസ് നടത്തിയ ക്രൂരമായ അതിക്രമം കേരളത്തിലെ പോലീസിന്റെ തനിനിറം, പിണറായി വിജയന്റെ പോലീസിന്റെ തനിനിറം ഒന്നും കൂടി ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുകയാണ്. പോലീസ് അതിക്രമങ്ങളുടെ നീണ്ട കഥയാണ് പിണറായി വിജയന്റെ കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നത്.
കേരള പോലീസിന്റെ ഏറ്റവും വൈകൃതമായ മുഖമാണ് എറണാകുളത്ത് പുറത്തു വന്നതെന്ന് KC വേണുഗോപാൽ MP. കേരള പോലീസിനെ ഈ നിലയിൽ എത്തിച്ചതിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ്. പാർട്ടി ആവശ്യത്തിനും ക്രിമിനലുകളെ സംരക്ഷിക്കാനും പോലീസിനെ ഉപയോഗിക്കുന്നുവെന്നും KC കുറ്റപ്പെടുത്തി. നിയമസമാധാനത്തിന് പേരുകേട്ട കേരള പോലീസിനെ ഈ നിലയിൽ എത്തിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മുടെ മുഖ്യമന്ത്രിക്കാണ്. കേരള പോലീസിന്റെ ഏറ്റവും വൈകൃതമായിട്ടുള്ള മുഖമാണ് എറണാകുളത്തെ സംഭവത്തിലൂടെ വന്നിരിക്കുന്നത്. കസ്റ്റഡിയിലെടുക്കുന്ന ആളുകളെ ഭീകരമായി മർദ്ദിക്കുന്നത് ജനമാരും അറിയാറില്ല. കൊച്ചിയിൽ ഗർഭിണിയായ യുവതിയെ പോലീസ് മർദ്ദിച്ച സംഭവം അപലപനീയമെന്ന് A. റഹീം MP. കുറ്റവാളിയായ ഉദ്യോഗസ്ഥനെതിരെ ശക്തമായി നടപടിയുണ്ടാവും. ലഭിക്കുന്ന പരാതികൾ സ്വാഭാവികമായി പരിശോധനയ്ക്ക് കൊടുക്കുകയാണ് പതിവ്. CCTV ദൃശ്യങ്ങൾ കണ്ട ഉടൻ തന്നെ നടപടിയെടുത്തുവെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. അഴിമതി നടത്തിയ ജയിൽ DIG വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ വിജിലൻസ് ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് നൽകും. കൈക്കൂലി കൈപ്പറ്റിയത് സംബന്ധിച്ച വിശദവിവരങ്ങൾ റിപ്പോർട്ടിലുണ്ട്. 10-ലധികം തടവുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്നും അനധികൃത പരോൾ അനുവദിച്ചെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. തടവുകാർക്ക് ലഹരി എത്തിച്ചോ എന്നതിലും അന്വേഷണമുണ്ടാവും. ജയിൽ DIGക്കെതിരെ ഇന്നലെ വിജിലൻസ് കേസെടുത്തിരുന്നു. വിനോദിനെ സംരക്ഷിക്കാൻ വകുപ്പ് കൂട്ടുനിന്നതിനും തെളിവുണ്ട്. ചട്ടം ലംഘിച്ചുള്ള ജയിൽ സന്ദർശനങ്ങൾ ജയിൽ മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട നടപടി സ്വീകരിച്ചില്ല എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇടുക്കി CPIയിൽ പൊട്ടിത്തെറി. ജില്ലാ നേതൃത്വത്തിനെതിരെ CPIയുടെ മുതിർന്ന നേതാവും ഇടുക്കി ജില്ലാ മുൻ സെക്രട്ടറിയുമായ KK ശിവരാമൻ രംഗത്ത്. 55 വർഷത്തെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചതായി KK ശിവരാമൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിനു ശേഷം AICC അംഗം EM അഗസ്തി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് ഇടുക്കിയിൽ നിന്ന് തന്നെയുള്ള CPIയുടെ മുതിർന്ന നേതാവ് KK ശിവരാമനും പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത്. 55 വർഷത്തെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചതായി KK ശിവരാമൻ പറഞ്ഞു. ഇനി സാധാരണ പാർട്ടി പ്രവർത്തകനായി തുടരും. പാർട്ടിയുടെ ആശയങ്ങളോട് 100% സത്യസന്ധത കാണിച്ചു. ഇടുക്കി ജില്ലയിലെ പാർട്ടിയുമായി യോജിച്ചു പോകാൻ കഴിയുന്നില്ല. നിക്ഷിപ്ത താൽപര്യങ്ങളാണ് പാർട്ടിയെ നയിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ജില്ലയിലെ പാർട്ടി നേതൃത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ആയിട്ട് കാണാൻ കഴിയുന്നു. അതിനപ്പുറത്ത് നിക്ഷിപ്ത താൽപര്യങ്ങളാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി പോലും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് അങ്ങനെ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്ന തീരുമാനത്തിലെത്തേണ്ടി വന്നു. ഇടുക്കിയിൽ കുറെ കാലമായി പാർട്ടിയിൽ വിമർശനവും സ്വയം വിമർശനവുമില്ല. ജില്ലയിൽ പാർട്ടി തകർന്നു. CPI പോകേണ്ട വഴിയിലല്ല പോകുന്നത്. സത്യം പറയുമ്പോൾ ചിലർ പ്രകോപിതരാകുന്നു. മാഫിയകൾക്കൊപ്പം ഒട്ടിനിന്നാണ് ജില്ലയിലെ ചില നേതാക്കൾ പ്രവർത്തിക്കുന്നതെന്നും KK ശിവരാമൻ പറഞ്ഞു. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ പാർട്ടി എന്നതിൽ ശരിയായ കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ആ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അല്ലെങ്കിൽ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ കയ്യേറ്റത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ശരിയായ നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന നേതൃത്വത്തിനെതിരെയും KK ശിവരാമൻ വിമർശനമുന്നയിച്ചു. മുൻ സെക്രട്ടറിമാരുണ്ടായിരുന്നപ്പോൾ പാർട്ടിക്ക് ചലനമുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയൊരു ചലനമില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. അമൃത ന്യൂസ്, ഇടുക്കി. ചരിത്രത്തിൽ ആദ്യമായി UDF അധികാരത്തിലെത്തുന്ന കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ മിലി മോഹൻ പ്രസിഡന്റ് ആകുമെന്ന് നേതാക്കൾ അറിയിച്ചു. കോടഞ്ചേരി ഡിവിഷനിൽ നിന്ന് വിജയിച്ച മിലി മോഹൻ പാർട്ടിയിൽ വിവിധ സ്ഥാനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസും ലീഗും പങ്കിട്ടെടുക്കാനാണ് തീരുമാനം. കോർപ്പറേഷനിലേക്ക് മേയർ സ്ഥാനാർത്ഥിയായി മീഞ്ചന്ത ഡിവിഷനിൽ നിന്ന് വിജയിച്ച SK അബൂബക്കറിനെയും പ്രഖ്യാപിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രഖ്യാപനം. മലപ്പുറത്ത് സ്കൂൾ ബസ്സിൽ വെച്ച് LKG വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ച ബസ് ക്ലീനറെ പോലീസ് അറസ്റ്റ് ചെയ്തു. കന്മനം തൂവക്കാട് സ്വദേശി അടിയാട്ടിൽ മുഹമ്മദ് ആഷിഖിനെയാണ് കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥിനിയെ പ്രതി ബസിന്റെ പിൻസീറ്റിൽ കൊണ്ടുപോയി ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നാണ് പരാതി. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ മറികടന്ന് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള VBG റാംജി തൊഴിലുറപ്പ് ബിൽ പാർലമെന്റ് പാസാക്കി. ശബ്ദത്തോടുകൂടിയാണ് ഇരുസഭകളും ബില്ല് പാസാക്കിയത്. സെലക്ട് കമ്മിറ്റിക്ക് ബിൽ വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളിയാണ് സർക്കാർ ബില്ല് പാസാക്കിയത്. അതേസമയം ബില്ലിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം രാജ്യസഭാ നടപടികൾ ബഹിഷ്കരിക്കുകയും സഭാ കവാടത്തിൽ ധർണ നടത്തുകയും ചെയ്തു. കാർഷിക നിയമം പിൻവലിച്ചതുപോലെ പുതിയ ബിൽ പിൻവലിക്കേണ്ടി വരുമെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. ബിൽ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണെന്ന്
നടത്തുമെന്ന് ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. പ്രതിഷേധവും പ്രക്ഷുബ്ധ സാഹചര്യവും ഒക്കെ ഉണ്ടായെങ്കിലും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ ബില്ലിൽ സർക്കാർ ഉദ്ദേശിച്ച ഇടത്തു തന്നെയാണ് കാര്യങ്ങൾ എത്തിയത്. The question is that the bill be passed. Those in favor will please say aye. Those against will please say no. I think the ayes have it, the ayes have it, the ayes have it. The bill is passed. ലോക്സഭയിലെ പോലെ അതിരൂക്ഷ വിമർശനമാണ് രാജ്യസഭയിലും ബില്ലിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ചത്. തൊഴിലാളികളെ കൂടുതൽ ദുർബലപ്പെടുത്താനാണ് നീക്കമെന്നും അവരെ അടിമകളാക്കാനാണ് ശ്രമിക്കുന്നതെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. ഗരീബ് ലോഗോं को कमजोर करना, उनको एक कुचल देना और उनको स्लेवरी में डालना. മല്ലികാർജുൻ ഖാർഗെ സംസാരിക്കുമ്പോൾ സഭയിൽ ഭരണപക്ഷം റാം റാം വിളികളുമായി രംഗത്തെത്തി. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെ ഇല്ലാതാക്കുന്നവരാണ് പ്രതിപക്ഷമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയാണ് തങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം പ്രതിപക്ഷ പ്രതിഷേധവും തള്ളിയാണ് ബിൽ പാസാക്കിയത്. ബില്ലിൽ ഇനി രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം ജിറാംജി നിയമം പ്രാബല്യത്തിൽ വരും. സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ജനവിരുദ്ധ ബില്ല് പാർലമെന്റിൽ വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് എവിടെയെന്ന് ജോൺ ബ്രിട്ടാസ് MP. രാഹുൽ ഗാന്ധി എവിടെയെന്ന് ചോദിച്ചത് DMKയിലെ TR ബാലുവാണ്. രാഹുൽ ഗാന്ധിയുടെ അഭാവത്തിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാർക്കും അതൃപ്തിയുണ്ടെന്ന് ബ്രിട്ടാസ് പറഞ്ഞു. ശൈത്യകാല സമ്മേളനത്തിന്റെ കലണ്ടർ നേരത്തെ അറിയാവുന്നതാണ്. കുടിലതന്ത്രങ്ങൾ BJP നടപ്പിലാക്കും എന്നറിയാവുന്നതാണ്. രാജ്യത്ത് ഫുൾ ടൈം പ്രതിപക്ഷ നേതാവ് വേണമെന്നും ബ്രിട്ടാസ് പറഞ്ഞു. ജനവിരുദ്ധ ബില്ല് പാർലമെന്റിൽ പരിഗണിക്കുമ്പോൾ രാഹുൽ ഗാന്ധി BMW ബൈക്ക് ഓടിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ബൈക്ക് ഓടിച്ചാൽ പോരെയെന്നും BMW കമ്പനി അവിടെ തന്നെ ഉണ്ടാകുമല്ലോ എന്നും ബ്രിട്ടാസ് ചോദിച്ചു. ശബരിമലയിൽ തിരക്ക് തുടരുന്നു. ഇന്നലെ 97,932 ഭക്തരാണ് ദർശനം നടത്തിയത്. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. മണ്ഡലകാലം അവസാനിക്കാറായതോടെ ശബരിമലയിലേക്കുള്ള ഭക്തജന പ്രവാഹം തുടരുകയാണ്. ദിവസവും 1,00,000-നടുത്ത് ഭക്തർ ശബരിമലയിൽ ദർശനം നടത്തുന്നുണ്ട്. തിരക്കുണ്ടെങ്കിലും മണിക്കൂറുകൾ നീണ്ട ക്യൂ നിൽക്കേണ്ടി വരുന്നില്ലെന്ന് ഭക്തർ പ്രതികരിച്ചു. അരമണിക്കൂറായിട്ടുള്ളൂ. വരുമ്പോ കുറവായിരുന്നു, ഇവിടെ വന്നപ്പോൾ തിരക്കായി. എവിടെ തൊട്ടാ ക്യൂ തുടങ്ങിയത്? നടപ്പന്തൽ വെച്ച് ഉറപ്പായിട്ട്. നടപ്പന്തൽ മുതലാണ് നിലവിൽ ക്യൂ ആരംഭിക്കുന്നത്. പുല്ലുമേട് വഴി വരുന്ന ഭക്തരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. പുല്ലുമേട്ടിലെത്തുന്ന ഭക്തർക്കായുള്ള സുരക്ഷ ഉറപ്പുവരുത്താൻ ഇന്നലെ പോലീസും വനം വകുപ്പും സംയുക്ത പരിശോധന നടത്തി. ശബരിമല സ്പെഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിലായിരുന്നു പുല്ലുമേട് പരിശോധന നടന്നത്. അമൃത ന്യൂസ്, സന്നിധാനം. മുപ്പതാമത് രാജ്യാന്തര ചലച്ചിത്രമേള ഇന്ന് സമാപിക്കും. 11 ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. കേരളത്തിന്റെ അഭിമാനമായ ചലച്ചിത്രമേളയ്ക്ക് ഇത്തവണ നേരിടേണ്ടി വന്നത് സിനിമാ വിലക്കുൾപ്പെടെ ഒട്ടേറെ പ്രതിസന്ധികളാണ്. വൈകുന്നേരം 6-ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. ഇന്ന് ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. അതേസമയം മലയാളി താരം സഞ്ജു സാംസൺ കളിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ. രാത്രി 7 മണിക്ക് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. അടുത്ത വർഷം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നാളെ പ്രഖ്യാപിക്കും. മുംബൈയിലെ BCCI ആസ്ഥാനത്ത് സെലക്ഷൻ കമ്മിറ്റി യോഗത്തിന് ശേഷം നടക്കുന്ന വാർത്താ സമ്മേളനത്തിലാവും പ്രഖ്യാപനം. സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും. ജനുവരിയിൽ ന്യൂസിലാൻഡിനെതിരായ പരമ്പരയ്ക്കും ലോകകപ്പിനുമുള്ള ടീമിനെയാണ് ഒരുമിച്ച് പ്രഖ്യാപിക്കുക. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ചാമ്പ്യനെ ഇന്നറിയാം. കണ്ണൂർ വാരിയേഴ്സും തൃശൂർ മാജിക് FCയും തമ്മിലുള്ള ഫൈനൽ കണ്ണൂർ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ്. സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് FCയെ ഒറ്റ ഗോളിനാണ് കണ്ണൂർ മറികടന്നത്. തൃശൂർ മലപ്പുറം FCയെ 3-1 തോൽപ്പിച്ചാണ് ഫൈനലിൽ എത്തിയത്. ഇരു ടീമുകൾക്കും കന്നി ഫൈനലാണ്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനലിൽ. നമസ്കാരം.